നമസ്തേ. ടീച്ചറമ്മ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മഹാഭാരതത്തിലെ അടുത്ത ഗരുഡൻ പിന്നെ ദേവന്മാരെയൊക്കെ കണ്ടിട്ട് പറന്നു പോയതാണ് നമ്മള് പറഞ്ഞു നിർത്തിയത് അല്ലേ. അപ്പൊ നാഗങ്ങളുടെ മാതാവായ കദ്രുവും ഗരുഡന്റെ മാതാവായ വിനിതയും സഹോദരിമാരാണ്. തമ്മിൽ അസൂയയും കുശുമ്പും എല്ലാം ഉണ്ട്. അപ്പോ കദ്രു വിനിതയോട് പറഞ്ഞു, നമുക്ക് ഒരു പന്തയം വയ്ക്കാം. ആ പന്തയത്തില് ഞാൻ തോറ്റാൽ, അതായത് കദ്രു പറയുകയാണ്, ഞാൻ തോറ്റാൽ 500 വർഷം വിനിതയുടെ ദാസിയായിരിക്കും. ഞാൻ ജയിച്ചാൽ, അതായത് വിനിത തോറ്റാൽ 500 വർഷം വിനിത കദ്രുവിന്റെ ദാസിയായിരിക്കും. അപ്പൊ അവര് പരസ്പരം സമ്മതിച്ചു. ഇപ്പൊ പാലാഴി മഥനം ഇനി പറയാനുണ്ട്. പക്ഷേ പാലാഴി മഥനത്തില് ഒരുപാട് വിശിഷ്ട മൃഗങ്ങള്, വിഭവങ്ങളെന്ന് തന്നെ പറയാം, അങ്ങനെ പലതും വന്നിട്ടുണ്ട്. അപ്പൊ അതില് ഉച്ചൈസ്രവസ് എന്ന് പറയുന്ന കുതിര, വെള്ള കുതിര, വളരെ സുന്ദരനായ എല്ലാ തരത്തിലും തലയെടുപ്പുള്ള ആ കുതിര ദേവേന്ദ്രന്റേതാണ്. അപ്പൊ അതിനെ വെച്ചിട്ടാണ് ഇവര് മത്സരം സംഘടിപ്പിച്ചത്. അപ്പൊ ചോദിച്ചു, ദേവേന്ദ്രന്റെ കുതിരയുടെ നിറം എന്താണ് എന്ന് കദ്രു വിനിതയോട് ചോദിച്ചു. അപ്പൊ വിനിത പറഞ്ഞു, വെള്ള നിറമാണ്. കുതിരയുടെ നിറം വെള്ളയാണ്, പക്ഷെ അതിന്റെ വാല് കറുപ്പ് നിറമാണ് കദ്രു പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞ, അല്ല വെള്ള നിറമാണെന്ന് വിനിത. അങ്ങനെ അവര് തമ്മിലുള്ള പന്തയം തുടങ്ങി. അപ്പൊ പറഞ്ഞു, ശരി നമുക്ക് നാളെ പോയി പിന്നെ കുതിരയെ കാണാം എന്ന് പറഞ്ഞ് രാത്രിയോടെ അവര് തമ്മിൽ പിരിഞ്ഞു. രണ്ടുപേരെയും മനസ്സിന് കള്ളത്തരവും കുശുമ്പും കുഞ്ഞായ്മയും എല്ലാം ഉണ്ട്. അപ്പം കദ്രു എന്ത് ചെയ്തു, തന്റെ നാഗ മക്കളെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞ്, വിനിതയെ നമുക്കൊന്ന് പറ്റിക്കണം. നിങ്ങള് പോയി ദേവേന്ദ്രന്റെ കുതിരയുടെ വാലില് രോമങ്ങളെ പോലെ ചുരുണ്ട് കിടക്കണം. കറുത്ത നിറമുള്ള നാഗങ്ങൾ കറുപ്പല്ലേ. അപ്പൊ കുറച്ച് നാഗങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അമ്മ എന്തോണ് ഈ പറയുന്നത്, മാതാവേ അത് ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പം കദ്രുവിന് ദേഷ്യമായി. നീയൊക്കെ സർപ്പയജ്ഞത്തിൽ ഭസ്മമായി പോകട്ടെ എന്ന് ശപിച്ചു. അപ്പൊ കുറച്ചുപേര് ശാപം പേടിച്ച് പോയി കുതിരയുടെ പിന്നെ വാലില് ചുറ്റിക്കിടന്നു. പിറ്റേ ദിവസം രാവിലെ പിന്നെ കുതിരയെ കാണാൻ പോയി. കുതിരയെ കണ്ടപ്പം ഉണ്ട് കുതിരയുടെ വാലില് കറുപ്പ് നിറം. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അങ്ങനെ വിനിത കദ്രുവിന്റെ ദാസിയായി. കള്ളത്തരത്തിൽ പറ്റിച്ചതാണ്. അങ്ങനെ ദാസിയായി കദ്രു പറയണതെല്ലാം ചെയ്തു കൊടുത്തോണ്ടിരിക്കണം. അങ്ങനെ ഒരു ദിവസം കദ്രു പറഞ്ഞു, നീ എന്നെ എടുത്തുകൊണ്ട്, വിനിത നീ എന്നെ എടുത്തുകൊണ്ട് സമുദ്രാന്തർഭാഗത്തുള്ള നാഗലോകം കാണാൻ പോണം. അത് എടുത്തോണ്ട് പോണം. അപ്പൊ വിനിത സമ്മതിച്ചു. അപ്പൊ ഗരുഡൻ ഉണ്ട്. ഗരുഡൻ ഈ നാഗങ്ങളെയൊക്കെ എടുത്തോണ്ട് പോണം. നാഗങ്ങൾക്കും പോണമല്ലോ, അമ്മ പോകുമ്പോ മക്കളും പോണ്ടേ. അങ്ങനെ അവരെടുത്തുകൊണ്ട് പോയി. ആ സമയത്ത് ഗരുഡൻ ഉയർന്നു പൊങ്ങി പറന്നു. ഇപ്പൊ സൂര്യന്റെ താപമേറ്റ് ഈ നാഗക്കുഞ്ഞുങ്ങൾക്ക് ബോധക്ഷയവും ചൂട് സഹിക്കാൻ വയ്യാതെ ഉടനെ കദ്രു ദേവേന്ദ്രനെ സ്മരിച്ചപ്പോ ദേവേന്ദ്രൻ മഴമേഘങ്ങളായി ആ നാഗങ്ങൾക്കൊക്കെ നല്ല ബലം കൊടുത്തു. അതുങ്ങളൊക്കെ അവിടെ ചെന്ന് കിടന്ന് അർമാദിച്ചു. നാഗങ്ങളൊക്കെ നാഗലോകത്ത് നിന്ന് അങ്ങനെ സുഖത്തിൽ കഴിഞ്ഞപ്പോ ഗരുഡന് ഭയങ്കര സങ്കടമായി. ഗരുഡൻ വന്ന് അമ്മയോട് ചോദിച്ചു, എന്താ അമ്മേ ഇങ്ങനെ അത് മോനെ, ഞാൻ ചതി പെട്ടുപോയി. അങ്ങനെ നമ്മളെ ചതിച്ചാണ് ഞാൻ ദാസിയായത്.
എന്ന് പറഞ്ഞു. അപ്പൊ ഗരുഡൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നാഗന്മാരോട് എന്നെ ചോദിച്ചു, എന്റെ അമ്മയുടെ ദാസ്യം തീർക്കാൻ എന്ത് ചെയ്യണം? അപ്പൊ പറഞ്ഞു, ദേവലോകത്തിരിക്കുന്ന അമൃതം കൊണ്ട് തരണം. അപ്പൊ ഗരുഡൻ സമ്മതിച്ചു. സമ്മതിച്ചിട്ട് ഗരുഡൻ വീണ്ടും അമ്മയടുത്ത് വന്ന് പറഞ്ഞു, ഇങ്ങനെയാണ്, ഞാൻ ദേവലോകത്ത് നിന്ന് അമൃതം കൊണ്ടുവരണം. അപ്പൊ അതിനു മുമ്പ് എനിക്ക് ഭയങ്കര വിശപ്പ്, അപ്പൊ എനിക്ക് ആഹാരം കഴിക്കണം ഗരുഡൻ പറഞ്ഞു. ഉടനെ വനിത പറഞ്ഞു, മകനെ, സമുദ്രത്തിൽ നിഷാദന്മാർ വസിക്കുന്ന ഒരു ദ്വീപുണ്ട്, രാക്ഷസന്മാരും നരഭോജികളുമാണ്. അപ്പൊ അവിടെ നീ ചെന്ന് അവരെ ഭക്ഷിക്കാൻ പറയും, വിശക്കുന്നതിന്. അപ്പൊ ഗരുഡൻ പറന്ന് പോയി ആ ദ്വീപിൽ ചെന്ന് നിഷാദന്മാരെയൊക്കെ ഭക്ഷിച്ചു. എന്നിട്ട് വീണ്ടും പറന്നുയർന്നപ്പം കശ്യപ മുനി ഗരുഡനെ കണ്ടോന്ന് ചോദിച്ചു, മകനെ, എല്ലാരും സുഖമായിട്ടിരിക്കുന്നു, നിങ്ങൾക്ക് ആഹാരത്തിന് മുട്ടൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞു, എല്ലാരും സുഖമായിട്ടിരിക്കുന്നു, ഞാൻ ഈ നിഷാദന്മാരെ ഭക്ഷിച്ചു, പക്ഷെ എനിക്ക് വിശപ്പ് തീർന്നില്ല, പിന്നെയും തീർന്നില്ല, വിശപ്പ് തീർന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യും, ഇവിടെ കുറച്ച് ദൂരെയായിട്ട് കുറച്ചടുത്ത് ഒരു തടാകമുണ്ട്, അവിടെ ഒരു ആനയും ഒരാമയും ഉണ്ട്, അതിനെ ഭക്ഷിച്ചോളാൻ, അവരെ ഭക്ഷിച്ചാ മതി. അപ്പൊ ആ ആനയുടെയും ആമയുടെയും കഥ കശ്യപ മുനി പറഞ്ഞു കൊടുത്തു ഗരുഡൻ. ഈ ആമയും ആനയും അവിടെ കലഹിച്ച് തന്നെയാണ് കഴിയുന്നത്. അപ്പൊ അവരുടെ പൂർവ്വകഥ പറയുകയാണ്. അവരുടെ പൂർവ്വകഥ പറയുന്നത്, വിഭാവസു എന്ന് പറയുന്ന ഒരു കോപിഷ്ഠനായ മുനി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് സുപ്രീതകൻ എന്ന് പറഞ്ഞിട്ട് ഒരു അനുജനും ഉണ്ടായിരുന്നു. അപ്പൊ ഈ സുപ്രീതകന്റെ സമ്പത്തൊക്കെ, രണ്ടുപേരും താമസന്മാരാണ്. സുപ്രീതകന്റെ സമ്പത്ത് പിന്നെ ജ്യേഷ്ഠനെ ഒന്നും ഏൽപ്പിച്ചിട്ടില്ല. എന്നിട്ട് പറഞ്ഞു, പൈതൃകമായ സ്വത്ത് കൂടെ പങ്കുവയ്ക്കണമെന്ന്. അപ്പോ വിഭാവസു അത് സമ്മതിച്ചില്ല. വിഭാവസു പറഞ്ഞു, സ്വത്ത് ഒരുമിച്ച് കിടന്നാലേ അത് വളരുള്ളൂ. ഓഹരി വെച്ച് കഴിഞ്ഞാൽ ബന്ധുക്കൾ അന്യോന്യം ശത്രുക്കളാകും, പിന്നെ അവർക്ക് വേറെ മിത്രങ്ങളുണ്ടാകും, അവരുടെ ഏഷണി കേട്ട് അവർ വീണ്ടും കലഹിച്ചുകൊണ്ടേയിരിക്കും, അല്ലേ? ഇതെല്ലാം പറഞ്ഞിട്ടും സുപ്രീതൻ സമ്മതിച്ചില്ല. അപ്പൊ കോപിഷ്ഠനായ മുനി പറഞ്ഞു, നീ ആനയായി തീരട്ടെ എന്ന് ശപിച്ചു. സുപ്രീതനും വിട്ടില്ല, ഞാൻ ആനയാണെങ്കിൽ നീ ആമയായി തീരട്ടെ എന്ന് മുനിയെ ശപിച്ചു. ജ്യേഷ്ഠനും അനുജനും അങ്ങോട്ടും ഇങ്ങോട്ടും ശപിച്ചു. രണ്ടുപേരും ഈ തടാകത്തിലും അടിപിടി കൂടിക്കൊണ്ടും വഴക്കുണ്ടാക്കിക്കൊണ്ടും തന്നെയാണ് ഇപ്പോഴും കഴിയുന്നത്. ഗരുഡ തടാകതീരത്തെത്തി ഒരു കാലില് ആനയെ കൊരുത്തെടുത്തു, മറുകാലിൽ ആമയും കൊരുത്തെടുത്തു. എന്നിട്ട് ഇത് രണ്ടിനെയും കൊണ്ട് ഇങ്ങനെ പൊങ്ങിപ്പറക്കുന്നു. ആലംബ തീർത്ഥത്തിലെത്തി. അവിടെ സ്വർണഗിരി എന്ന് പറയുന്ന പർവ്വതത്തിലെത്തി. അവിടെ ദേവവൃക്ഷങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. ഈ ദേവവൃക്ഷങ്ങള് ഗരുഡൻ വർണ്ണ കണ്ടപ്പോ തൊട്ട് വിറയ്ക്കാൻ തുടങ്ങി. കാരണം ഗരുഡന്റെ ഒരു കാലിൽ ആനയും ഒരു കാലില് പിന്നെ ഗരുഡ ആമയും, ഇതിനെ രണ്ടും കൊണ്ട് വരണമെങ്കിൽ തന്നെ ആ ഗരുഡന്റെ വലിപ്പം എത്രയായിരിക്കും? അപ്പൊ ഇതിനെയും കൊണ്ട് പൊങ്ങി പറന്നു വരുമ്പോഴേ ഈ ദേവവൃക്ഷങ്ങളെല്ലാം വിറയ്ക്കാൻ തുടങ്ങി. ആ ചിറകടിയിലെ കാറ്റേറ്റ് കടപുഴകി നമ്മൾ വീണുപോകുമോ എന്നവര് സംശയിച്ചു. ഇത് കണ്ട് ഗരുഡൻ എന്തിനു മറ്റൊരു വഴിക്ക് പറഞ്ഞു. ദേവവൃക്ഷങ്ങളെ ഒന്നും ഉപദ്രവിക്കാതെ മറ്റൊരു വഴി പറഞ്ഞു. കുറെ ദൂരം പോയപ്പോ ഒരു വലിയ വടവൃക്ഷം കണ്ടു. ആ വടവൃക്ഷം പറഞ്ഞു, ഈ വളരെ വേഗത്തിൽ പറന്നു വരുന്ന ഗരുഡനെ കണ്ടിട്ട് പറഞ്ഞു, എന്റെ 100 യോജന നീളമുള്ള വൃക്ഷശിഖരത്തിൽ ഇരുന്നോളൂ എന്ന് പറഞ്ഞു. ഗരുഡനോട് അവിടെ ഇരുന്ന ആനയും ആമയൊക്കെ ഭക്ഷിച്ചു കൊള്ളാൻ പറഞ്ഞു. ഗരുഡൻ ഭീമാകാരമായ ആ കവരത്തില് ഇരിക്കുമ്പോ അത് ഒടിഞ്ഞു വീഴാൻ തുടങ്ങി. അത് ഒടിഞ്ഞു വീഴാൻ തുടങ്ങിയപ്പോൾ വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് ആ മരക്കൊമ്പിൽ
ബാലഖില്യർ എന്ന ഋഷി സമൂഹം തല കീഴായിട്ട് കിടന്ന് തപസ് ചെയ്യുകയാണ്. അപ്പം അത് ആ വൃക്ഷശേഖരം താഴെ വീണ് കഴിഞ്ഞാല് അവര് ഗരുഡനെ ശപിക്കും. ഇത് കണ്ടോണ്ട് കശ്യപ മുനി പറഞ്ഞു, ഗരുഡ പിന്നെ നീ ആ വൃക്ഷക്കൊമ്പ് താഴെ വീഴരുത്. വീണാൽ സൂര്യരശ്മികൾ മാത്രം ഭക്ഷിച്ചാണ് ഇവര് തപസ് ചെയ്യുന്നത്. അപ്പൊ അത്രയും തപശക്തി അവർക്കുണ്ട്. അവര് നിന്നെ ശപിച്ച് ഭസ്മമാക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഗരുഡൻ എന്ത് ചെയ്തു? കൊക്കില് ഈ വൃക്ഷശിഖരം എടുത്തു. ഒരു കാലിൽ ആന, ഒരു കാലിൽ ആമ, കൊക്കില് വലിയ വടവൃക്ഷത്തിന്റെ ശിഖരം, 100 യോജന നീളമുള്ള ശിഖരം. എന്നിട്ട് കശ്യപ മുനി ഈ പിന്നെ വടവൃക്ഷത്തിൽ തൂങ്ങിക്കിടന്ന് തപസ് ചെയ്യുന്ന പിന്നെ ബാലകില്യന്മാരോട് പറഞ്ഞു, ഭഗവാനെ, എന്റെ മകൻ ഒരു നല്ല കാര്യത്തിന് പോവുകയാണ്, അവനെ അനുഗ്രഹിക്കണം, അവനെ ശപിക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ അവരെന്ത് ചെയ്തു? അവനെ അനുഗ്രഹം കൊടുത്തിട്ട് അവര് ഹിമാലയത്തിലേക്ക് അങ്ങ് പോയി. അവര് ഹിമാലയത്തിൽ പോയപ്പോഴത്തേക്ക് ഗന്ധമാദന പർവ്വതത്തിലെത്തി ഈ ആനയും ആമയും കൊണ്ട്. അവിടെ ഇരുന്ന് എന്തായാലും അദ്ദേഹം നന്നായിട്ടെല്ലാം ഭക്ഷിച്ചു. ഈ ആമയും ആനയും കൊണ്ടുപോകുന്നത് ഭക്ഷിക്കാനാണ്. കാരണം നേരത്തെ ദ്വീപിലുണ്ടായിരുന്ന ഗന്ധർവൻ നിഷാദന്മാരെ പിന്നെ ഭക്ഷിച്ചിട്ട് തികഞ്ഞില്ലല്ലോ. അങ്ങനെയല്ലേ കശ്യപ മുനി പറഞ്ഞു കൊടുത്തത്. അപ്പൊ അങ്ങനെ ഹിമാലയത്തിലേക്ക് മറ്റൊരു തപസ്സിന് പോയി ഇദ്ദേഹം അവിടെ ഇരുന്ന് ഇതെല്ലാം ഭക്ഷിച്ചു. ഉഗ്രവശസ് തന്നെയാണല്ലോ ഈ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. സർപ്പങ്ങളുടെ, ആനയുടെ, ആമയുടെ എല്ലാം കഥകൾ പറഞ്ഞത്. അപ്പൊ പാലാഴി മഥനം അദ്ദേഹം തന്നെ പറയുന്നു. പാലാഴി മഥനം മേരു എന്ന ഉജ്ജ്വലമായ ഒരു പർവ്വതം ഉണ്ടായിരുന്നു. മേരു, മഹാമേരു നമ്മൾ പറയും. ആ പർവ്വതത്തിന്റെ തിളക്കത്തിന് മുമ്പിൽ സൂര്യരശ്മി പോലും നിഷ്പ്രഭമാണ്. കാരണം ഈ മഹാമേരുവിൽ നിറയെ രത്നങ്ങളുണ്ട്. അപ്പൊ ആ രത്നങ്ങളുടെ പ്രകാശം കൊണ്ട് സൂര്യപ്രകാശം പോലും നിഷ്പ്രഭമായി പൊക്കൊണ്ടിരുന്നു. ആ ഗിരിശൃംഗങ്ങളിലുള്ള ഈ രത്നങ്ങൾ, അപ്പൊ അവിടെ നിന്ന് ആരും ഇല്ലല്ലോ. ഇന്നത്തെ പോലെ എല്ലായിടത്തും പോയി കൈയിട്ട് വരാനൊന്നും ജനസമൂഹം അന്ന് ഇല്ലല്ലോ. ആ മേരുപർവ്വതത്തിന്റെ മേൽത്തട്ടിലിരുന്ന് ദേവന്മാർ അമൃതം തേടാനുള്ള ഉപായം ചിന്തിച്ചു. അപ്പൊ ആ സഭയില് ബ്രഹ്മാവും മഹാവിഷ്ണുവും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു അപ്പൊ മഹാവിഷ്ണു പറഞ്ഞു, അസുരന്മാരും ദേവന്മാരും ചേർന്ന് പാലാഴി കടയണം, അതിൽ നിന്ന് അമൃതം നിങ്ങൾക്ക് ലഭിക്കും. ദേവന്മാർ അതിനുവേണ്ടി മഹാമേരു വൃക്ഷത്തെ പിഴുതെടുക്കാൻ ശ്രമിച്ചു. പക്ഷേ 11,000 യോജന ഉയരത്തില് അത്രയും തന്നെ ആഴത്തിലും നിലനിൽക്കുന്ന മന്ദരപർവ്വതം അവരെ കൊണ്ട് വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. ദേവന്മാരെന്ത് ചെയ്തു? ബ്രഹ്മദേവനോടും മഹാവിഷ്ണുവിനോടും സഹായം അഭ്യർത്ഥിച്ചു. രണ്ടുപേരും കൂടി ശേഷനാഗത്തെ നിയോഗിച്ചു. ആദിശേഷൻ വനവും വനവാസികളും എല്ലാം കൂടെ ചേർന്ന് മന്ദരപർവ്വതത്തെ ഉയർത്തി. ദേവന്മാർ ഉടൻ തന്നെ കടൽക്കരയിൽ ചെന്ന് സമുദ്രത്തോട് പറഞ്ഞു, അമൃതത്തിന് വേണ്ടി നിന്നെ കടയാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പം സമുദ്രം പറഞ്ഞു, ശരി, കിട്ടുന്ന അമൃതത്തിൽ ഒരു പങ്ക് എനിക്കൂടെ തരണം, എങ്കിൽ ഇത് കടയുമ്പോഴുള്ള കഷ്ടപ്പാടുകളൊക്കെ ഞാൻ സഹിച്ചുകൊള്ളാം എന്ന് പറഞ്ഞു. അപ്പൊ ദേവന്മാരത് സമ്മതിച്ചു. അപ്പൊ അതിന് കടയണതിന് സമുദ്രം കിട്ടി, സമുദ്രത്തില് ഇടാനുള്ള കോല് കിട്ടി, ഇനി അതിൽ കെട്ടേണ്ട കയറ് വേണ്ടേ? ആ കയറിന് വേണ്ടി വാസുകിയെ സമീപിച്ചു. വാസുകി കയറാകാമെന്ന് സമ്മതിച്ചു. അങ്ങനെ പാലാഴി കടയുന്നിട്ട് മന്ദരപർവ്വതത്തിനെ കടയാക്കി വാസുകിയെ കയറാക്കിയാണ്. അപ്പൊ മഹാവിഷ്ണു പറഞ്ഞു, തലഭാഗത്ത് അസുരന്മാരും വാലുഭാഗത്ത് ദേവന്മാരും നിന്ന് കടയണം എന്ന് പറഞ്ഞു. അതെന്താ വെച്ചാല് ഈ വാസുകിയുടെ നിശ്വാസവും എല്ലാം ഉഗ്രമായ വിഷമാണ്. അതുകൊണ്ട് ഈ അസുരന്മാര് കുറെയൊക്കെ മരിക്കും. അവർക്കിത് താങ്ങാൻ പറ്റൂല. വാലുഭാഗത്ത്
പിന്നെ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. മാത്രമല്ല ഈ നിശ്വാസത്തിന്റെ കാറ്റുകൊണ്ട് ദേവേന്ദ്രൻ മേഘങ്ങളെ സൃഷ്ടിച്ച് മഴയായിട്ട് പെയ്ക്കും. അപ്പൊ ഇവർക്ക് കുറച്ചും കൂടെ ഒരു ബലം കിട്ടും. ആർക്ക്? ദേവന്മാർക്ക്. അങ്ങനെ കടച്ചില് ആരംഭിച്ചു. അപ്പൊ പാലാഴി കടയാൻ തുടങ്ങുന്നു. പാലാഴി കടയുമ്പോൾ പിന്നീട് ഉണ്ടാകുന്ന സംഭവവികാസങ്ങൾ എന്തെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. അതുവരെ എല്ലാവരും ഈ ചാനൽ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമസ്കാരം.